എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് 3 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ. ഈ 3 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ എത്ര കട്ട് ഓഫ് വന്നു, അതുപോലെ തന്നെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എത്ര ഒഴിവുണ്ടായിരുന്നു, പിന്നീട് അതിലേക്ക് എത്ര ടോട്ടൽ അഡ്വൈസ് പോയി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 3 പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഫസ്റ്റത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് 54/2026 കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. 20,000 മുതൽ 45,800 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5/8/2026 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ് വരുന്നത്. 2/1/1986 മുതൽ 1/8/2008 വരെ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ BA BSc BCom ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷനാണ്. പിന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ KGT ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ആസ് ഇക്വാലൻ്റ്. അപ്പോൾ ഈ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള കോഴ്സസ് VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്. ഈ പറഞ്ഞ 4 ക്വാളിഫിക്കേഷൻ തന്നെയാണ്. KGT ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ ഇതും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്, സെയിം ഇത് തന്നെയാണ് വരുന്നത്. KGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ, MGT ഇംഗ്ലീഷ് ലോവർ ഈ കോഴ്സുകൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, MGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, പിന്നെ MGT ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ, MGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ, ഇതൊക്കെ തന്നെയാണ് ഈ സെയിം കോഴ്സുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2020 ഇതിന് മുമ്പ് ഈ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് ലൈവ് സ്റ്റോക്ക് ബോർഡ്. ഓക്കെ, അതിൻ്റെ കാറ്റഗറി നമ്പർ 143/2020 ആണ്. അതിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 4785 ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 87 ആണ്. ഓക്കെ, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ എണ്ണം 58 ആണ്. ഓക്കെ, ഇതിൻ്റെ എക്സാം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 4 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. ഡിക്റ്റേഷൻ ടെസ്റ്റ് OMR എക്സാമിന് ശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയും, കട്ട് ഓഫ് എന്ന് പറയുന്നത് 67.5 മാർക്കാണ്. ഇനി ഇത് പ്രിലിമിനറി എക്സാം OMR എക്സാമിൻ്റെ ലിസ്റ്റാണിത്. അതിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 26.9305 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ടോട്ടൽ 12 അഡ്വൈസാണ് പോയിട്ടുണ്ടായിരുന്നത്. 4 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 12 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 18/2/2025 ആണ്. OC 5ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. EWS 6 E. ഓക്കെ, ബാക്കിയുള്ളത് നോക്കുക. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും 5/8/2026 ആണ്. കാറ്റഗറി നമ്പർ 56/2026 ആണ്. സ്കെയിൽ ഓഫ് പേ 9,940 മുതൽ 16,580 വരെയാണ്. ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ +2 ഓർ ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ഓക്കെ, ഇനി ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ളത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. KGT typewriting English and computer word processing lower, diploma in commercial practice,
ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. KGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. KGT ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്. KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 138/2021. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് എന്ന് പറയുന്നത് 3423 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് വേക്കൻസി 1 ഓക്കെ, ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇതിൽ പ്രിലിമിനറി എക്സാമിൻ്റെ, അതായത് OMR എക്സാമിൻ്റെ കട്ട് ഓഫ് വരുന്നത് 59.93 മാർക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിക്റ്റേഷൻ ടെസ്റ്റാണ്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 84.25 ആണ്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 10 പേരെ ഉൾപ്പെട്ടിട്ടുള്ളൂ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 47, ടോട്ടൽ 57 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിൽ 3 പേരാണ് വന്നിരിക്കുന്നത്. അതിൽ 10 മാർക്ക് ഇൻ്റർവ്യൂവിലും പിന്നെ മാർക്ക് 92.5 മാർക്കും കിട്ടിയ ആൾക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് 13 മാർക്ക് ഇൻ്റർവ്യൂ, 85 മാർക്ക് എക്സാമിനും, പിന്നെ അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റ്. മൂന്നാമത്തെ ആൾക്ക് 12 മാർക്ക് ഇൻ്റർവ്യൂ, 85.5 ഡിക്റ്റേഷൻ ടെസ്റ്റുമാണ്. ഓക്കെ ഓക്കെ പിന്നെ ഇതിൽ ടോട്ടൽ അഡ്വൈസ് 2 പോയിട്ടുണ്ട്. അതായത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നത് 2 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 15/11/2025 ആണ്. OC രണ്ടാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്, ഈഴവ 3. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. കാറ്റഗറി നമ്പർ 50/2026, 5/8/2026 ആണ്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാലറി സ്കെയിൽ 27,900 മുതൽ 63,700 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. SSLC ഓർ ഇക്വാലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കാം. KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, സീനിയർ ഗ്രേഡ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഇനി സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇനി ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറിൻ്റെ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, സീനിയർ ഗ്രേഡ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഇനി KGT കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ, VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇനി ഇതിൻ്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ 491/2022 ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 21,683, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 16,644 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ OMR ടെസ്റ്റിൻ്റെ കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത് 63 ആണ്. 604 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 120 അഡ്വൈസാണ് പോയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് 1 വേക്കൻസി സെറ്റ് അപ്പാർട്ട് ഫോർ DA MD. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 15/6/2026 ആണ്. ഓക്കെ. റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറയുന്നത് OC 127, EWS 128, ഇഴവ 132, SC 310, മുസ്ലിം 162, LCA 280, OBC 99, വിശ്വകർമ്മ 128, SIUC നാടാർ 127, ഹിന്ദു നാടാർ 87, D 38. ഓക്കെ, ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.